ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ വേസ്റ്റ് ട്യൂബ് വെച്ചൊരു എയറോപ്ലെയിൻ ആണ്. അപ്പം ഇത് വേസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനമാണ്. അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സെയിം ഹൈറ്റിലും അതായത് ലെങ്ത്തിൽ സെയിം കാർഡ്ബോർഡ് 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോർണർ നമ്മൾ ഒരു കാണാൻ രസത്തിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് അപ്ലൈ ചെയ്തിട്ട് നേരെ അതായത് ആ ട്യൂബ് അതിൻ്റെ മേലെ ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഷേപ്പിലായിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് കുറച്ച് പണിയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കിത് പെയിൻ്റ് അടിക്കാം. അപ്പോൾ ബ്ലൂ കളറാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 20 രൂപയുടെ ഫാബ്രിക് പെയിൻ്റാണ് ഇവിടെ അടിക്കുന്നത്. അതിന് മുന്നേ ഞാൻ പ്രൈമർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൈമർ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈമർ അടിക്കുക. വുഡ് പ്രൈമറാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഏകദേശം പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഈർക്കിൾ കൊണ്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഈർക്കിളില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സാധനങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഈർക്കിളുകൾ ഇതേ സെയിം ഹൈറ്റിൽ, അതായത് 4 ഈർക്കിളുകൾ സെയിം ഹൈറ്റിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അത് ഇതേപോലെ ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ ഓക്കെ, ഫ്ലെക്സ് ക്യൂക്കാണ് എടുക്കുന്നത്. പെട്ടെന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് ഫ്ലെക്സ് ക്യൂക്ക് തന്നെ എടുത്തത്. അപ്പോൾ ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ 4 ഇങ്ങനെ പൊന്തിച്ച് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഇത് മറച്ച് വെച്ചിട്ട് താഴത്തെ ആ കാർഡ്ബോർഡും പടി സെറ്റാക്കണം. അപ്പോൾ ഇതുപോലെ മറച്ച് വെക്കുക. അതിൻ്റെ താഴെ കുറച്ച് പശ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് സെറ്റാവും. ഓക്കെ, അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതും പടി വെച്ച് കൊടുക്കാൻ. ഓക്കെ, അപ്പം നമ്മൾ സംഭവം ഏകദേശം ഇതുപോലെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഡിസൈനിന് വേണ്ടിയിട്ട് ഈ സാധനം ജസ്റ്റ് കട്ട് ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് വെച്ചു. അപ്പോൾ ഇനി നമുക്ക് വേണ്ട ഒന്ന് കുറച്ച് പശ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് മറച്ച് വെച്ച് 2 സൈഡിലും വെക്കണം. 2 സൈഡിലും, അതായത് താഴെ നന്നായിട്ട് പശ വെച്ച് കൊടുക്കണം. അപ്പോൾ ഓക്കെ, ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പെയിൻ്റ് അടിക്കണം. അപ്പം ചോപ്പാണ് നമ്മളിവിടെ അടിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചോപ്പ് അടിച്ചു. ചോപ്പ് ഇത് കാർഡ്ബോർഡ്, കളർ കാർഡ്ബോർഡ് ആയതിനാൽ 3 കോട്ടി അടിക്കേണ്ടി വന്നു. അപ്പം നിങ്ങൾ ഇതേമാതിരി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യുക. അപ്പോൾ കാർഡ്ബോർഡ് പ്ലെയിൻ ആണെങ്കിൽ പെട്ടെന്ന് പരിപാടി തീരുമായിരുന്നു. പക്ഷേ ഞാൻ കാർഡ്ബോർഡ് എൻ്റെ വർക്കുള്ള കാർഡ്ബോർഡ് ആയിപ്പോയി. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഡിസൈനുകൾ കൊടുക്കുക. പിന്നെ അതിൻ്റെ പങ്കുണ്ടാക്കിയത് ഇതേപോലെ കാർഡ്ബോർഡ് വെട്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കാർഡ്ബോർഡ് സെറ്റ് ചെയ്യുക. എന്നിട്ട് നേരെ ഇതങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഓക്കെ, അത് സെറ്റായി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വേസ്റ്റ് ട്യൂബ് വെച്ചിട്ടുള്ള എയറോപ്ലെയിൻ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ രീതിയിൽ ഇത് സംഭവം ഉണ്ടാക്കുക. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഈ ലോക്ക്ഡൗൺ ഡേയ്സ് ഒന്ന് കളറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.